നമസ്കാരം. അമേരിക്കയിൽ ഇന്ത്യൻ പ്രവാസികളെയും വിദ്യാർത്ഥി സമൂഹത്തെയും ആകെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് വീണ്ടും ഒരു അതിക്രൂരമായ കൊലപാതക വാർത്ത. ഉപരിപഠനത്തിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കുമായി അമേരിക്കയിലേക്ക് കുടിയേറിയ തെലങ്കാന സ്വദേശിയായ 28-കാരൻ അൻഷുൽ കുഞ്ചയാണ് ഫിലാഡൽഫിയയിൽ അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചത്. ശനിയാഴ്ച രാത്രി പാർട്ട് ടൈം ജോലിയുടെ ഭാഗമായി പിസ്സ ഡെലിവറി നടത്തുന്നതിനിടെയാണ് യുവാവിന് നേരെ അതിക്രമമുണ്ടായത്. വ്യാജ ഓർഡർ നൽകി യുവാവിനെ ആസൂത്രിതമായി ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ അൻഷുൽ കുഞ്ച ഹൈദരാബാദിൽ നിന്നും ബിടെക് ബിരുദം പൂർത്തിയാക്കിയ ശേഷമാണ് ഉപരിപഠനാർത്ഥം യുഎസിലേക്ക് പോയത്. അവിടെ നിന്നും വിജയകരമായി മാസ്റ്റേഴ്സ് ബിരുദം നേടിയ ശേഷം KWC കമ്പനിയിൽ സ്ഥിരജോലി കരസ്ഥമാക്കാൻ യുവാവിന് സാധിച്ചു. എന്നാൽ ജീവിത ചെലവുകൾ കണ്ടെത്താനും വരുമാനം വർദ്ധിപ്പിക്കാനുമായി ശനി ഞായർ ദിവസങ്ങളിൽ പിസ്സ ഡെലിവറി എക്സിക്യൂട്ടീവായും അധിക ജോലി നോക്കി വരികയായിരുന്നു. ഇത്തരത്തിൽ ശനിയാഴ്ച രാത്രി ലഭിച്ച ഒരു ഓർഡർ അനുസരിച്ച് പിസ്സ നൽകാൻ ഫിലാഡൽഫിയയിലെ വിജനമായ ഒരു പ്രദേശത്ത് എത്തിയപ്പോഴാണ് യുവാവിന് നേരെ ആക്രമണം ഉണ്ടായത്. സ്ഥലത്തൊളിഞ്ഞിരുന്ന അജ്ഞാതനായ തോക്കുധാരി അൻഷുലിന് നേരെ തുരുതുരാ വെടിയുതിർക്കുകയായിരുന്നു. തലയ്ക്ക് ഒന്നിലധികം തവണ വെടിയേറ്റ യുവാവ് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയും പ്രതി വേഗത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ഈ ദാരുണമായ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ ചോദന എന്താണെന്ന് വ്യക്തമാക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. സാധാരണയായി പ്രവാസികൾക്ക് നേരെ അമേരിക്കയിൽ ഉണ്ടാകാറുള്ള കവർച്ചാ ശ്രമങ്ങളുടെ ഭാഗമല്ല ഈ കൊലപാതകമെന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം സംഭവ സ്ഥലത്തു നിന്നും അൻഷുലിന്റെ പണമോ മൊബൈൽ ഫോണോ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളോ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണ് കൊലപാതകം ആസൂത്രിതമാണെന്ന സംശയം ജനിപ്പിക്കുന്നത്. സംഭവ സമയം 2 മുഖംമൂടിധാരികൾ ബാഗുകളും തൂക്കി ഈ പ്രദേശത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ നടക്കുന്നത് കണ്ടതായി ചില ദൃക്സാക്ഷി മൊഴികളുമുണ്ട്. അൻഷുലിന്റെ മരണം വെറുമൊരു യാദൃശ്ചികമല്ലെന്നും കൃത്യമായ കെണിയൊരുക്കി നടത്തിയ കൊലപാതകമാണെന്നും കുടുംബം ആരോപിക്കുന്നു. അൻഷുലിന്റെ സഹോദരി തൻവി വ്യക്തമാക്കുന്നത് പിസ്സ ഓർഡർ ചെയ്ത വിലാസത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഉപഭോക്താവും ഉണ്ടായിരുന്നില്ല എന്നാണ്. സഹോദരനെ ലക്ഷ്യം വെച്ച് ജനവാസമില്ലാത്ത സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വ്യാജ ഓർഡർ നൽകിയത്. മുൻപൊരിക്കൽ അമേരിക്കയിൽ വെച്ച് അൻഷുൽ സമാനമായ രീതിയിൽ കവർച്ചയ്ക്ക് ഇരയായിട്ടുണ്ടായിരുന്നു. അന്ന് അയാളുടെ മാലയും ഫോണും പണവും നഷ്ടപ്പെട്ടിരുന്നെങ്കിലും ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള ആക്രമണം ഉണ്ടായില്ല. എന്നാൽ ഇത്തവണ യാതൊരു വസ്തുക്കളും കവരാതെ ജീവൻ മാത്രം എടുത്തത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കുടുംബം വിശ്വസിക്കുന്നു. കൊലപാതകത്തിന് പിന്നിൽ ആരെങ്കിലും ഉള്ളതായി തങ്ങൾക്ക് വ്യക്തിപരമായ സംശയങ്ങളില്ലെന്നും എന്നാൽ പ്രതികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സഹോദരി ആവശ്യപ്പെട്ടു. അൻഷുലിന്റെ അപ്രതീക്ഷിത വിയോഗം തെലങ്കാനയിലെ ഗുണ്ലം പോച്ചംപള്ളി എന്ന അദ്ദേഹത്തിന്റെ ജന്മനാടിനെ കടുത്ത ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. മകന്റെ ചേതനേറ്റ ശരീരം എത്രയും വേഗം നാട്ടിലെത്തിക്കാനും പ്രവാസി സംഘടനകളുടെയും ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിന്റെയും സഹായത്തോടെ അവസാന ഘട്ട ചടങ്ങുകൾ തീർക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ. ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും കുടുംബത്തെ അനുശോചനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രാദേശിക അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായങ്ങളും നൽകുമെന്നും കോൺസുലേറ്റ് ഔദ്യോഗികമായി അറിയിച്ചു. അമേരിക്കയിൽ സമീപകാലത്തായി ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും നേരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിൽ പ്രവാസി സമൂഹം വലിയ ആശങ്കയിലാണ്.